ബംഗാളിലെ പശുരാഷ്ട്രീയം അവിശ്വസനീയമായ ഗതിയിലേക്ക് തിരിയുകയാണ്. കറവ പറ്റിയ കന്നുകാലികളെ വിറ്റഴിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പിന്നാക്ക ഹിന്ദു സമൂഹമായ ഘോഷ് സമുദായത്തിൽപ്പെട്ടവരുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിട്ടത് ദിലീപ് ഘോഷ്. അദ്ദേഹം അതേ സമുദായത്തിൽ നിന്നുള്ള മൃഗസംരക്ഷണ മന്ത്രിയാണ്. ഇനി കഥ പറയാം. ബംഗാളിൽ BJP സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം 1950 കന്നുകാലി കശാപ്പ് നിയമം അനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ്. അതോടെയാണ് കന്നുകാലികളെ വളർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന പിന്നാക്ക ഹിന്ദു വിഭാഗമായ ഗോഡ്സ് സമുദായത്തിൽപ്പെട്ടവർ പ്രതിസന്ധിയിലായത്. ലക്ഷക്കണക്കിന് രൂപ കടമായും അല്ലാതെയും മുടക്കി കന്നുകാലികളെ വാങ്ങി വളർത്തി പാൽ വിറ്റും കറവ പറ്റിയാൽ അറുക്കാൻ കൊടുത്തും പണം കണ്ടെത്തിയാണ് ഈ സമുദായത്തിൽപ്പെട്ടവർ ജീവിക്കുന്നത്. പക്ഷേ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് 14 വയസ്സാവാത്ത കന്നുകാലികളെ വിറ്റഴിക്കാനാവില്ല. അതിനും പഞ്ചായത്തിൻ്റെയും മൃഗഡോക്ടറുടെയും അനുമതിയും വേണം. ഇത്രയും കടമ്പ കടന്ന് ഏതെങ്കിലും മുസ്ലിങ്ങൾ കന്നുകാലികളെ വാങ്ങിയാൽ ഗോസംരക്ഷക ഗുണ്ടകൾ അവരെ കൊല്ലാൻ പാത്തിരിക്കുകയാണ്. സംഘപരിവാരങ്ങളും സർക്കാരും മൃഗസംരക്ഷണ വകുപ്പും മുസ്ലിങ്ങളെ പാഠം പഠിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയതോടെ ഇത്തവണ ഈദിന് കന്നുകാലികളെ വാങ്ങേണ്ടെന്ന് മുസ്ലിങ്ങൾ തീരുമാനിച്ചു. പകരം ആട് മതി എന്നാണ് നിർദ്ദേശം. മുസ്ലിങ്ങൾക്ക് ഇത്തവണ ഈദിന് പശു ഇറച്ചി തിന്നാനാവില്ല എന്നത് സത്യമാണെങ്കിലും പശുക്കളെ വിറ്റ് പണം പറ്റിയിരുന്ന ഹിന്ദുക്കൾക്ക് അത് അടിയായി. 200-300 പശുക്കളെ വിറ്റിരുന്ന ചന്തകൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. പശുക്കളെ കയറ്റിയ 100 കണക്കിന് ട്രക്കുകളാണ് ഹൈവേയിൽ നിർത്തിയിട്ടിരിക്കുന്നത്. വിറ്റഴിക്കാതെ ബാക്കിയായ പശുക്കളിൽ പലതും 9-10 വയസ്സുള്ളവയാണ്. അതിനർത്ഥം ഇനിയും ഏതാനും വർഷങ്ങളോളം ഇവയെ ഘോഷ് കുടുംബങ്ങൾ പോറ്റണമെന്നാണ്. കുടുംബം മുഴുവൻ പണിയെടുത്താണ് വിൽക്കാനുള്ള മൃഗങ്ങളെ ഒരുക്കുന്നത്. പുതിയ നിർദ്ദേശം ഇത്തരം കുടുംബങ്ങളെ കടക്കണിയിലാക്കിയിരിക്കുന്നു. വിറ്റഴിക്കാതെ കയ്യിൽ കുടുങ്ങിയ പശുക്കളെ തുറന്നുവിടുകയോ ദിനംപ്രതി 500 രൂപ മുടക്കി പോറ്റുകയോ അല്ലാതെ അവരുടെ മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല. സർക്കാരിന്റെ ഹൈന്ദവ സംരക്ഷണ നീക്കത്തിൽ കടക്കണിയിലായ ഓരോ ഹൈന്ദവ കുടുംബങ്ങളുടെയും നഷ്ടം 8 ലക്ഷം മുതൽ 2 കോടി വരെ ആണെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. തങ്ങൾക്കിനി മുന്നോട്ടു പോകാൻ ഒരു വഴിയുമില്ലെന്ന് ഹിന്ദുക്കളായ കന്നുകാലി വളർത്തുകാർ കരഞ്ഞു പറയുന്നു. അതിന്റെ വീഡിയോകൾ പുറത്തു വന്നു കഴിഞ്ഞു. ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് പറയുന്ന ഹിന്ദുക്കളുടെ എണ്ണം ദിനം പ്രതി കൂടുകയാണ്. ഘോഷ് സമുദായങ്ങളിലെ സ്ത്രീകൾ പോലും സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു. കന്നുകാലികളെ അറുക്കാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ കോടതിയെ സമീപിച്ചെങ്കിലും അവരത് തള്ളി. ഇതിലെ കൗതുകകരമായ വസ്തുത ഘോഷ് സമുദായക്കാർക്ക് പണി കൊടുത്തിരിക്കുന്നത് അതേ സമുദായത്തിൽ നിന്നുള്ള മന്ത്രി ദിലീപ് ഘോഷ് ആണെന്നതാണ്. അദ്ദേഹം BJP സർക്കാരിലെ മൃഗസംരക്ഷണ മന്ത്രി കൂടിയാണ്. പശുക്കളെ കൊല്ലുന്നത് കൊണ്ടാണ് ഹിന്ദുക്കൾക്ക് പ്രയാസമുണ്ടാവുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. 2014 ദിലീപ് ഘോഷ് BJPയിൽ എത്തിയത്. അതിനു മുമ്പ് RSSലായിരുന്നു. ആന്തമാനിലായിരുന്നു സംഘടനാ ചാർജ്. RSS നേതാവ് KS സുദർശനന്റെ അടുപ്പക്കാരനായി കരുതപ്പെടുന്നു. ദിലീപ് ഘോഷ് മറ്റൊരു തരത്തിലും കുപ്രസിദ്ധനാണ്. ബംഗാളിൽ നിന്ന് വരുന്ന മിക്ക ഗോസംരക്ഷണ കണ്ടുപിടുത്തങ്ങളുടെയും ഉപജ്ഞാതാവ് ദിലീപ് ഘോഷാണ്. പശുവിൻ പാലിൽ സ്വർണമുണ്ടെന്ന് കണ്ടെത്തിയതും വിദേശ പശുവിനങ്ങളെ മാതാവ് എന്നതിന് പകരം അമ്മായി എന്ന് വിളിക്കാൻ ഉപദേശിച്ചതും ഘോഷ് തന്നെ. പശുവിന്റെ മൂത്രം കുടിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ബീഫ് കഴിക്കുന്നവർ പട്ടിയെയും തിന്നണം. പശുവിനെ തടവിയാൽ രക്തസമ്മർദ്ദം കുറയും. കണ്ടുപിടുത്തങ്ങൾ ഇനിയുമുണ്ട്. ഇസ്ലാമും പശുവും തമ്മിൽ ബന്ധമില്ലെന്നാണ് മറ്റൊരു സിദ്ധാന്തം. കാരണം ഇസ്ലാം ഉണ്ടായ അറേബ്യയിൽ പശുവില്ല. അതുകൊണ്ട് ബീഫ് കഴിക്കേണ്ടെന്നും അതിന് അനുമതി നൽകേണ്ടതില്ലെന്നും അദ്ദേഹം ഉപദേശിക്കുന്നു. ഇന്ത്യയിലെ ബീഫ് എക്സ്പോർട്ട് കമ്പനികൾ പകുതി വിലയ്ക്കും 1/3 വിലയ്ക്കും കന്നുകാലികളെ വാങ്ങിച്ച് വിദേശത്തേക്ക് പാക്ക് ചെയ്ത് അയച്ച കോടികൾ കൊയ്യും. ഇത്തരം മനുഷ്യരെ അധികാരത്തിലേറ്റും മുമ്പ് ആലോചിക്കേണ്ടിയിരുന്നത് പിന്നാക്ക ഹിന്ദുക്കൾ തന്നെയാണ്.